ഈ ഭൂമിയിലെ വിസ്മയമാണ് അമ്മ. 7 ദിവസത്തെ ക്യാമ്പ് അല്ല, 7 ദിവസമല്ലേ ക്യാമ്പ് പറഞ്ഞത്? 10 ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായി വീട് വിട്ട് നിങ്ങൾ ഈ വിദ്യാലയത്തിലേക്ക് വരുമ്പോ ആ 10 ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ 10 സെക്കൻഡ് പോലെ അങ്ങോട്ടേക്ക് പോകും. എന്നാൽ 10 വർഷം പോലെ ഒരു വേഴാമ്പലിനെ പോലെ നിങ്ങളെയും കാത്ത് ഭൂമുഖ വാതികൾ കാത്തിരിക്കുന്ന സുന്ദരമായ ലഹരിയുടെ പേരാണമ്മ. എന്റെ മോള് കൃത്യസമയത്ത് ഉറങ്ങിയിട്ടുണ്ടാവും. ഇതെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അവർ ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. ഇപ്പൊ അവിടെ എന്തായിരിക്കും അവിടെ അവസ്ഥ? കൊതുക് കടിച്ചിട്ടുണ്ടാവോ? ഇങ്ങനെ മക്കളെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗവും മക്കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഈ ലോകത്തിന്റെ വിസ്മയമാണ് മാതാവ്. നിങ്ങളിത് കണ്ടില്ലെങ്കിൽ സങ്കടമാവുന്ന, അമ്മയെന്ന് ഒരു ദിവസം നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ നൊമ്പരമാവുന്ന ഈ ലോകത്തിന്റെ വിസ്മയമാണ് അമ്മ. സ്നേഹം എന്ന പദത്തിന്റെ ഏറ്റവും മനോഹരമായ അർത്ഥമാണ് അമ്മ. അമ്മയുടെ കൈവിരൽ തുമ്പ് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ പാദചലനം. അമ്മയുടെ നാവിൻ തുമ്പിൽ നിന്നാണ് നമ്മൾ മാതൃഭാഷ അറിഞ്ഞത്. അമ്മയുടെ അമ്മിഞ്ഞപ്പാലിൽ നിന്നാണ് പ്രകൃതിയുടെ മാധുര്യം നമ്മൾ നുകർന്നത്. ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ കിടന്നുറങ്ങൂല. സ്കൂള് വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാല് ഭക്ഷണമൊക്കെ എടുത്ത് നിങ്ങൾക്ക് സെൻട്രൽ ഹാളിൽ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ച് തരുമ്പോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ടേബിൾ ഇങ്ങനെ വെച്ച് തരുമ്പോ, മോളെ അല്ലെങ്കിൽ മോനെ ഭക്ഷണം കഴിക്കുന്ന പറയുമ്പോ തിരിച്ച് നിങ്ങൾ അമ്മ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കിയട്ടെ. ലോകത്തിലെ അമ്മമാർ പച്ചക്കള്ളം പറയും. എന്താ പറയുന്നറിയാം? എനിക്ക് വിശപ്പില്ല, ഞാൻ ഇപ്പം കഴിച്ചിട്ടേ ഉള്ളൂ മോളെ. പാതി വിശപ്പടങ്ങിയിട്ട് മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഈ ഭൂമിയിലെ വിസ്മയ ലഹരിയായ അമ്മയെ നമ്മൾ തൊട്ടറിയണം, അടുത്തറിയണം, ചേർത്ത് പിടിക്കണം. ഈ 10 ദിവസം ഒരു ക്യാമ്പിന്റെ ഭാഗമായി നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന്റെ